ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞത് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. സ്വർണ്ണപ്പാളികളും പീഠവും 2019 അഴിച്ചെടുത്തപ്പോൾ 42 കിലോ. ഇത് അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെ സ്ഥാപനത്തിലെത്തിച്ചപ്പോൾ 38 കിലോ ആയി. ഇതിൽ വ്യക്തത വരുത്താനായി ദേവസ്വം വിജിലൻസ് SP അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. പിടിച്ചതിനേക്കാൾ വലുതാണ് ഒളിഞ്ഞിരുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംഭവിച്ചത്. ആദ്യം ഹൈക്കോടതി ഇതിൽ ഇടപെടുന്നത് കോടതിയുടെ അനുമതിയില്ലാതെ ഇത് വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയ കാര്യത്തിലാണ്. പക്ഷേ അതിൻ്റെ രേഖകൾ വിളിച്ചു വരുത്തി പരിശോധിച്ചപ്പോഴാണ് ഹൈക്കോടതിക്ക് ഞെട്ടിപ്പിക്കുന്ന പല വസ്തുതകളും ബോധ്യപ്പെട്ടത്. 2019 ഇതേ സ്പോൺസർ തന്നെ സ്വർണം പൂശുന്നതിന് വേണ്ടി ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അഴിച്ചെടുത്തിരുന്നു, ഒപ്പം പീഠങ്ങളുടെ പാളികളും. അപ്പോൾ സന്നിധാനത്ത് വെച്ച് തൂക്കുമ്പോൾ അതിൻ്റെ തൂക്കമെന്നത് 42 കിലോ 800 ഗ്രാം ആയിരുന്നു. അത് ഈ സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അത് തൂക്കി നോക്കുമ്പോൾ അത് 38 കിലോഗ്രാമായി കുറയുന്നു. എവിടെ പോയി ആ 4 കിലോ എന്നതായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ദേവസ്വം ബോർഡിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ വിജിലൻസ് ഓഫീസറോട്, അത് പോലീസിലെ SP ആണ്, അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി 3 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ദേവസ്വം ബെഞ്ചിന് ആവശ്യപ്പെടേണ്ടി വന്നത്. പല സംശയങ്ങളും കോടതിക്ക് മുന്നിലേക്ക് വന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2019 ഈ പാളികൾ അഴിച്ചെടുത്ത ശേഷം അത് 1.25 മാസത്തിന് ശേഷമാണ് സ്വർണം പൂശാനായി ചെന്നൈയിലെത്തിക്കുന്നത്. അതുവരെ അത് ഈ സ്പോൺസറുടെ കൈവശമായിരുന്നു. അപ്പോഴൊന്നും തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരുടെ യാതൊരു നിരീക്ഷണവും അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് കോടതിയിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു വസ്തുത എന്നത്. അതോടൊപ്പം തന്നെ ഇത് ചെമ്പ് പാളികളിൽ സ്വർണം പൂശിയതാണ് എന്നതാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. പക്ഷേ കോടതിക്ക് മുന്നിലെത്തിയ ഒരു രേഖ പ്രകാരം 1999 തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഗോൾഡ് ക്ലാഡിംഗ്, അതായത് സ്വർണത്തിൻ്റെ ഒരു പാളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണമടക്കം സംശയകരമാണ്. ഇനി എന്തായാലും ചീഫ് വിജിലൻസ് ഓഫീസറുടെ റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും ഇതിൻ്റെ വസ്തുതകൾ പുറത്തേക്ക് വരിക. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.